മിക്ക സ്റ്റുഡൻസിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, ചേട്ടാ MBA ഞാൻ കേരളത്തിൽ പഠിക്കണമെന്ന് ബാംഗ്ലൂർ പഠിക്കണമെന്ന്. ആക്ച്വലി ബോത്ത് ആർ ഗുഡ്. ഇതിൽ എവിടെ പഠിച്ചാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ വാല്യൂ ഫോർ മണി കിട്ടുക എന്നത് നമുക്ക് നോക്കാം. ഇതിൽ തമാശ എന്താണെന്ന് വെച്ചാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് സ്റ്റുഡൻസ് MBA കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിന് ശേഷം നിങ്ങൾ നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടി നന്നായി സ്ട്രഗിൾ ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇതിന് കാരണം നിങ്ങൾ കോളേജ് മാത്രം നോക്കണോണ്ടാണ്. ആക്ച്വലി നിങ്ങൾ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് MBA പഠിച്ചിരുന്നത്. അപ്പോൾ എവിടെ പഠിച്ചാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ലഭിക്കുക എന്നും കൂടി നിങ്ങൾ നോക്കണം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എവിടെ പഠിച്ചാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ പൈസ സമ്പാദിക്കാൻ സാധിക്കുക എന്നുള്ളത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഫീസ്. നിങ്ങൾക്ക് കേരളത്തിൽ MBA പഠിക്കാൻ മിനിമം 3 lakhs അപ് ടു 7 lakhs വരെ ഫീസ് വരും. എന്നാൽ ബാംഗ്ലൂർ ആണെങ്കിൽ സ്റ്റാർട്ടിങ് അറൗണ്ട് 3.5 lakhs ടു 15 lakhs വരെ ആകും. എന്നാൽ ടോപ്പ് B സ്കൂൾസ് നോക്കുകയാണെങ്കിൽ ഇതിനും കൂടും. അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണെങ്കിൽ കേരളത്തിൽ പഠിക്കുന്നതാണ് കുറച്ചും കൂടി അഫോർഡബിൾ. ബട്ട് വെയിറ്റ്, ഇത് കേട്ട് നിങ്ങൾ ഉടനെ തന്നെ കേരളത്തിൽ പഠിക്കാൻ വരട്ടെ. നമുക്ക് നോക്കാം എവിടെ പഠിച്ചാലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുമെന്നത്. ഇവിടെയാണ് ബാംഗ്ലൂർ കേരളത്തിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡിഫറൻ്റ് ആകുന്നത്. കാരണം ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഹബ്ബാണ്. അതുകൊണ്ട് തന്നെ മിക്ക കമ്പനീസും എല്ലാ കോളേജസും, അതായത് ബാംഗ്ലൂരിലെ എല്ലാ ക്യാമ്പസും വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇൻറ്റേൺഷിപ്സ് കിട്ടാനും ഹൈ സാലറി ഉള്ള ജോബ് കിട്ടാനും ചാൻസ് കൂടുതൽ ബാംഗ്ലൂർ ആയിരിക്കും. എന്നാൽ കേരളത്തിലാണെങ്കിൽ സെലക്ട് ആയിട്ടുള്ള കോളേജസിൽ മാത്രമേ നല്ല നല്ല പ്ലേസ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബാംഗ്ലൂർ വെച്ച് നോക്കുമ്പോൾ ലെക്സ് എക്സ്പോഷറാണ് നിങ്ങൾക്ക് കേരളത്തിൽ പഠിച്ചാൽ കിട്ടാം. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനീസിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്സിലൊക്കെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ബാംഗ്ലൂർ ഹാസ് മോർ ഓപ്ഷൻസ്. ബട്ട് വെയിറ്റ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലൈഫ് ആഫ്റ്റർ ക്ലാസ് റൂം. കേരളത്തിൽ ഫുഡ്, റെൻറ്റ്, ട്രാൻസ്പോർട്ടൊക്കെ ചീപ്പറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മാസം 8K to 12K ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സർവ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ബാംഗ്ലൂർ ആണെങ്കിൽ നിങ്ങൾക്ക് അറൗണ്ട് 10K to 20K എന്തായാലും വേണം. ആൻഡ് ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് upon your lifestyle. Now let's combine everything. The total money you spend, the salary you get after MBA, and how fast you recover your money. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ പഠിക്കാനും ജീവിക്കാനും പൈസ കുറവാണ്, അതുപോലെ തന്നെ സാലറിയും കുറവാണ്. എന്നാൽ ബാംഗ്ലൂർ കേരളത്തെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ പഠിക്കാനും ജീവിക്കാനും പൈസ കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ഹയർ സാലറിയും കിട്ടും, നല്ല ജോബ് എക്സ്പോഷറും കിട്ടും. ഇതിന് വിട്ടുപോയൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് എന്നൊരു ലാംഗ്വേജ് പിക്കപ്പ് ആവും. കാരണം പല സ്റ്റേറ്റ്സിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് MBA പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും തരും. ആൻഡ് ദിസ് വിൽ ഡെഫിനറ്റ്ലി ആൻഡ് പോസിറ്റീവ്ലി ഇമ്പാക്ട് യുവർ കരിയർ. അപ്പോൾ നിങ്ങൾ പറ, എവിടെയായിരിക്കും നിങ്ങൾ MBA ചൂസ് ചെയ്യുക? കേരളത്തിലാണോ ബാംഗ്ലൂരാണോ? ജസ്റ്റ് ടെൽ മീ ഇൻ ദി കമൻറ്റ്സ്. പിന്നെ എഡ്യൂക്കേഷൻ ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് അറിവിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ ആയിരിക്കരുത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ചെയ്യാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടി ആയിരിക്കണം. കാരണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നിങ്ങൾ MBA പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 10 ഇരട്ടി പൈസയെങ്കിലും നിങ്ങൾ ഇതിലൂടെ ഉണ്ടാക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ അറ്റ് ദിസ് നമ്പർ. ഈ ഒരു വീഡിയോ നിങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദിസ് വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ കണ്ടന്റ്. താങ്ക് യു.